ഹലോ. സോ ഇന്ന്, അതായത് ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേ. എനിക്കൊരു ഭയങ്കര ഗ്രേറ്റ് ഡേ ആയിരുന്നു. സോ ഞാൻ വിചാരിച്ച് ഇതിനൊന്ന് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാമെന്ന്. ഫ്യൂച്ചറിൽ എനിക്ക് കാണണമെന്ന് തോന്നുന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിവസം എന്ന് പറയണത്. ഞാനിന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ഡേ ഇത്രയും ബ്യൂട്ടിഫുൾ ആവുമെന്ന്. മീൻസ് ഇതുവരെ ഒരു വാലൻറ്റൈൻസ് ഡേയും ഇത്ര കുറച്ച് ഇങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ വേറെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. മീൻസ് നടക്കാൻ മാത്രം ഞാൻ അങ്ങനത്തെ വലിയ സീൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ലൈക്ക് ഫാമിലിയായിട്ട് നന്നായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, അതും ഈ ഒരു ദിവസം. ഞാൻ ഇന്നലെ നൈറ്റാണ് വീട്ടിലെത്തിയിട്ട് പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. വാലൻറ്റൈൻസ് ഡേ എന്തെങ്കിലും ഗെറ്റ് റെഡി വിത്ത് മീയോ. ഇതൊരു ഡ്രസ്സാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും റെഡ് ഡ്രസ്സ് ഇട്ടിട്ട് വാലൻറ്റൈൻസ് ഡേ ഇല്ലേ, അപ്പം അത് റിലേറ്റ് ചെയ്ത് ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇന്ന് രാവിലെ എണീറ്റപ്പോഴും എനിക്ക് ഉച്ചയ്ക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം അങ്ങനൊരു പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ മീൻസ് ഞാൻ ആ ഗെറ്റ് റെഡി വിത്ത് മീ ആ ഒരു മൈൻഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തൊട്ട് വീഡിയോ കാര്യങ്ങൾ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ രാവിലെ ആസ് യൂഷ്വൽ അമ്മയ്ക്ക് ക്ലിനിക്കിൽ പോകണമായിരുന്നു ജോലിക്ക്. അപ്പോഴേക്കും ഞാൻ നേരെ എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോയി. അങ്ങനെ അവിടെ നിന്നിട്ട് വേറെ സ്പെഷ്യൽ കാര്യങ്ങളൊന്നുമില്ലല്ലോ. സോ അങ്ങനെ നിന്ന്. പക്ഷേ ഇന്ന് എന്താണാവോ കുറച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു. വാലൻറ്റൈൻസ് ഡേ എല്ലാവരെയും വിഷ് ചെയ്ത്, അപ്പച്ചൻ, അമ്മച്ചി, കസിൻ, മാമൻ എല്ലാവരെയും വാലൻറ്റൈൻസ് ഡേ ഒക്കെ വിഷ് ചെയ്ത്. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഹാപ്പിയായി. അതുപോലെ ഇന്നത്തെ ദിവസം അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് അത് സ്റ്റോറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇടയിൽ കുറേ പിക്കൊക്കെ ആഡ് ചെയ്യാം. അപ്പം അതെനിക്കെന്തോ ഭയങ്കര ഹാപ്പിനെസ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ സംഭവിച്ചു. എനിക്ക് രാവിലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു രാവിലത്തെ പരിപാടികളൊക്കെ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് വന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നെയും മടിച്ച് രാത്രി ആവട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീട്ടിൽ അമ്മ, പപ്പ എല്ലാവരും കൂടെ നമ്മൾ ഇവിടെ അടുത്തൊരു കടുമ്പു അങ്ങനൊരു പാറയുണ്ട്. അപ്പം ഞാൻ പോയിട്ടില്ല. ഞാനിങ്ങനെ മൗണ്ടൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വൈബ് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ വെയിൽ അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചത്. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് പോയി. അങ്ങനെ പോയപ്പോൾ ഞാൻ റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയത്. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കാരുമില്ല, ഡയറി മിൽക്ക് വാങ്ങിത്തരാൻ ആരുമില്ല, എനിക്ക് പൂ വാങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിപ്പോൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ റീസെൻ്റ്ലി ഞാൻ ഇങ്ങനെ അഡിക്റ്റ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് കാണുമല്ലോ, ഇങ്ങനെ പൂക്കൾ, ബൊക്കെ പോലത്തെ സംഭവങ്ങൾ അങ്ങനെയൊക്കെ. ഞാനത് ഉണ്ടാക്കാനൊക്കെ ട്രൈ ചെയ്തു രാവിലെ. അപ്പോൾ അത് ചീറ്റിപ്പോയി. അതിൻ്റെ പാവം പൂക്കളെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതൊക്കെ ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചതാണ്. പാവം ഇതവിടെ നിന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ പറിച്ച് എന്നിട്ടിപ്പോൾ ഒരു വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെ ചീറ്റിപ്പോയി. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയായിരുന്നു, എനിക്ക് മാത്രം പൂക്കൾ വാങ്ങുന്ന ആരുമില്ല, മറ്റതില്ല എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന്. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും നമ്മൾ പോണ വഴിക്ക് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഫസ്റ്റായിട്ട് റോസാപ്പൂവ് കിട്ടി. ഇത് ഫാദർ വാങ്ങിത്തന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ വാങ്ങിത്തരുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. എൻ്റെ കിളി ഇങ്ങനെ പോയി, അത് വാങ്ങിയൊക്കെ തരുമോ ഇങ്ങനെയൊക്കെ. എന്നിട്ട് പൂ വാങ്ങി. അപ്പോൾ തന്നെ ഞാൻ ഒരു 95% ഹാപ്പിയായി. മണമൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബൊക്കെ പൂക്കൾ ഇങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ലൈഫിൽ വാങ്ങിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഇത് ആദ്യമായിട്ട് കിട്ടിയപ്പം ഇത് ഭയങ്കര സ്പെഷ്യലാണ്. അത് ഞാൻ വിചാരിക്കാത്ത ആളെ നിന്ന് കിട്ടിയപ്പം അടിപൊളി. എൻ്റെ കിളി അടിച്ചു പോയി. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആ പാറയിലോട്ട് പോയി. പാറയിൽ പോയപ്പം അടിപൊളി വൈബ്. പണ്ടൊക്കെ ആൾക്കാരവിടെ കുറവായിരുന്നു. ഇന്ന് വാലൻറ്റൈൻസ് ഡേയും കൂടെ ആയതുകൊണ്ട് കുറേ കപ്പിൾസ്, ഫാമിലി, എന്നാലും കൊള്ളായിരുന്നു. തിരക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നാലും നല്ലൊരു വൈബായിരുന്നു. സൺസെറ്റൊക്കെ കണ്ട്. ഇതൊന്നും ഞാൻ ഒട്ടും ഇന്ന് നടക്കുമെന്ന് വിചാരിച്ച കാര്യമല്ല. അങ്ങനെ നമ്മൾ മൂന്നുപേരും ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ട്. പിന്നെ പോണ വഴിക്ക് നമ്മൾ
അപ്പോൾ ആ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും ബെസ്റ്റ് പാർട്ട്. അങ്ങനെ കുറച്ച് സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് ഫുഡൊക്കെ കഴിച്ച് 3 പേരും കൂടി ഇരുന്ന് ആ പാറയിലിരുന്നിട്ട് അതൊക്കെ അടിപൊളി വൈബായിരുന്നു. പിന്നെ ഒരു പട്ടിക്കുട്ടി വന്ന് അതിൻ്റെ കുറച്ച് ഇതൊക്കെ കൊടുത്ത് ടോട്ടലി അടിപൊളിയായിരുന്നു. ഞാൻ അപ്പോൾ ഇതൊട്ടും ഇന്നത്തെ ദിവസം വിചാരിച്ച കാര്യമല്ല. സോ എനിക്ക് എന്താണ് ഇങ്ങനൊരു വീഡിയോ ആക്കി ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ടൈം വന്നിട്ട് 10 മണിയായി. എന്നിട്ടാണ് ഞാൻ ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസും എടുക്കണമായിരുന്നു. അതുപോലെ ഈ വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അടിപൊളി ദിവസമായിരുന്നു. ഹാപ്പി. സോ ഓക്കെ, അപ്പം ഇത്ര എനിക്കിന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം ഇനി ബാക്കി ഞാൻ കുറച്ചൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കണ്ടിട്ട് വായോ. ബായ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി കൺക്ലൂഷനും കാര്യങ്ങളൊന്നുമില്ല. ബായ്. അയ്യോ, ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും. അങ്ങനെ നമ്മളിതാ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞാൻ ഇന്നൊരു വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ റെഡ് ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇറങ്ങി നമ്മൾ പോണ വഴിയാണ് ഒരു പൊന്മുടി ഊട്ടി പോണ ഒരു വൈബുണ്ടായിരുന്നു. ഇതല്ല റോഡ് കുറച്ചും കൂടെ നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുലരി എന്ന് പറയണം, അവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്നാണ് പറയണത്. ഒരു ചെറിയ തട്ടുകട സെറ്റപ്പ്. അവിടെ നിന്ന് ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങി, ചിക്കനും കപ്പയും ഒക്കെ വാങ്ങി. അത് കഴിഞ്ഞത് അമ്മയുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കാരെങ്കിലും ഒരു റോസാപ്പൂ വാങ്ങിത്തരൂ, എനിക്ക് കുറച്ച് ഫോട്ടോ എടുക്കണം അങ്ങനെയൊക്കെ. അങ്ങനെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എന്നെ പറ്റിക്കുമായിരിക്കുമെന്ന്. എനിക്കങ്ങനെയൊന്നും വാങ്ങിത്തരുന്ന ചരിത്രമില്ല. അങ്ങനെ ലാസ്റ്റ് സർപ്രൈസായിട്ട് എനിക്കിതാ ഒരു റോസാപ്പൂ വാങ്ങിത്തന്ന്. അങ്ങനെ എനിക്ക് ഞാൻ ഭയങ്കര സർപ്രൈസായിപ്പോയി, ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഒരു റോസാപ്പൂവൊക്കെ കെട്ടി ഇങ്ങനെ തന്ന്. ഞാൻ വിചാരിച്ച് ഭയങ്കര ഒരു 10 രൂപയൊക്കെ ഉള്ളൂ എന്ന്. 30 റുപ്പീസൊക്കെയാണ് ഒരു റോസാപ്പൂ. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പം എനിക്കതൊക്കെ പുതിയൊരു എക്സ്പീരിയൻസാണ്. അത് കഴിഞ്ഞ് നമ്മളത് ആ കടുമ്പൂ പാറയിലെത്തി. അവിടെ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്ന് വാലന്റൈൻസ് ഡേ ഉണ്ടാണ് ഇങ്ങനെ, ഇല്ലെങ്കിൽ അത്ര അധികം ആൾക്കാരൊന്നും കാണാറില്ല എന്നാണ് പറയണത്. എന്നിട്ട് അവിടുത്തെ വൈബ് പിന്നെ പറയണ്ട, അടിപൊളിയാണ്. ഇങ്ങനെ കാറ്റ് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇത് അവിടെ കണ്ട ഒരു കുരിശടിയാണ് ഈ ഒരിത്. പിന്നെ അവിടെ ആൾക്കാരൊക്കെ താമസം കുറവാണ്. പിന്നെ ഇത് ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ ഇതൊരു അടിപൊളി സംഭവമാവും. ഇപ്പം അങ്ങനെ ആർക്കും ഇവിടുത്തെ ഒരു വൈബിനെ കുറിച്ച് അത്ര അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇങ്ങോട്ട് വരാത്തതും. എന്നാലും ആൾക്കാരുണ്ട്, പക്ഷെ കുറവ്. എന്നിട്ട് നമ്മൾ കുറേ നേരം അവിടെ ആ ഒരു വൈബ്, ഭയങ്കര കാറ്റും ഇങ്ങനെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനെ അടിച്ച് പൊളിച്ച് ഞാനും അമ്മയും പപ്പയും കൂടെ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് എസ്തെറ്റിക്സൊക്കെ ഇറക്കാൻ നോക്കി. കുറച്ചൊക്കെ കിട്ടി, കുറച്ചൊക്കെ പാളിപ്പോയി. പിന്നെ അടിപൊളി സൺസെറ്റ്. ഓൾറെഡി അവിടെ ഇങ്ങനെ ഫോഗ് പോലത്തെ കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഇതായിരുന്നു ക്ലൈമറ്റ്. എന്നിട്ട് സണ്ണിനെ വന്നിങ്ങനെ മൂടിയായിരുന്നു ക്ലൗഡ്സ്. എന്നിട്ടും ഒരു അടിപൊളി സൺസെറ്റ് കണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കൊള്ളായിരുന്നു. അങ്ങനെ ഒരു നൈറ്റ് ഒരു 7 o'clock ആയപ്പം ആ ക്ലൗഡ്സിൻ്റെയൊക്കെ ഒരു ഭംഗി കാണുമായിരുന്നു. ഇങ്ങനെ ഓരോ ഷെയ്ഡ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ, കപ്പയും ചിക്കനൊക്കെ എടുത്ത്. എന്നിട്ടൊരു പാറയുടെ മണ്ടയിൽ പോയിരുന്ന് ആസ്വദിച്ച് കഴിച്ച്. നല്ല ടേസ്റ്റായിരുന്നു. ഒന്നത് ആ വൈബും അങ്ങനെ ഒരു ഇതിൽ കഴിക്കണോണ്ടായിരിക്കാം എന്തോ പിന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റും കൂടെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നമ്മൾ 3 പേരും അവിടെ ഇരുന്ന് കഴിച്ച് കുറേ ഇങ്ങനെ റിലാക്സ് ചെയ്ത് കുറേ നേരം ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ അവിടെ ഒരു പട്ടിക്കുട്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് നമ്മൾ ഫുഡൊക്കെ കൊടുത്തു.